കാസർഗോഡ് CPIM പ്രവർത്തകൻ സി നാരായണൻ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 2 BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. പുഷ്പൻ ശ്രീനാഥ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ LDF ഹർത്താൽ ആചരിച്ചു. ഇതിനിടെ കണ്ണൂർ അഴീക്കോട് 2 CPM പ്രവർത്തകർക്ക് വെട്ടേറ്റു. തൊടുപുഴയിൽ RSS പ്രവർത്തകർ CPIM പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തു. നാളെ ഇടുക്കി ജില്ലയിൽ CPIM പ്രതിഷേധ ദിനം ആചരിക്കും. സംസ്ഥാന വ്യാപകമായി ആക്രമണവും രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതിഷേധവുമായിരുന്നു ഇന്ന് ക്രമസമാധാന പ്രശ്നമായി പൊതുവെ കേരളത്തിൽ ഉയർന്നത്. ഓണദിവസം കാസർഗോഡ് RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ട CPIM പ്രവർത്തകൻ ശ്രീനാരായണന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആയിരങ്ങളാണ് ആദരാഞ്ജലികളുമായി കാലിച്ചാലെടുക്കത്ത് പൊതുദർശനത്തിനെത്തിയത്. നാരായണന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് LDF പ്രഖ്യാപിച്ച ഹർത്താൽ കാസർഗോഡ് ജില്ലയിൽ സമാധാനവും പൂർണ്ണവുമായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് നാട്ടിലെത്തിച്ച് സംസ്കരിക്കുകയായിരുന്നു. മകൻ അഭിജിത്താണ് സി നാരായണന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പുഷ്പൻ ശ്രീനാഥ് എന്നീ BJP പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. അതേസമയം കണ്ണൂരിലും ഇടുക്കിയിലും RSS ആക്രമണങ്ങളുണ്ടായി. കണ്ണൂർ അഴീക്കോട് RSS ആക്രമണത്തിൽ 2 CPIM പ്രവർത്തകർക്കാണ് വെട്ടേറ്റത്. കാപ്പൽ പീടികയിൽ ഷൈജു, ഷഹീർ എന്നിവരെ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊടുപുഴയിൽ RSS പ്രവർത്തകർ CPIM പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തു. നാളെ ഇടുക്കിയിൽ പ്രതിഷേധ ദിനം ആചരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM മണി വ്യക്തമാക്കി. കായംകുളത്ത് ഇന്നലെ CPIM പ്രവർത്തകരെ ആക്രമിച്ച 5 RSSകാരാണ് ഇന്ന് പിടിയിലായത്. രാഷ്ട്രീയത്തിന് പുറമെ ഒരു കൊലപാതകത്തിനു കൂടി കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചു. ചെങ്ങന്നൂരിൽ ഓണത്തിന് മദ്യം വിളമ്പിയതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ ചികിത്സയിലായിരുന്ന സിജു എന്ന ആളാണ് ഇന്ന് മരിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV ന്യൂസ്. RSS ആക്രമണങ്ങൾക്ക് UDF സർക്കാർ സഹായം ചെയ്തു കൊടുക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. ആക്രമണം നടത്തുന്ന RSSകാർക്ക് കോൺഗ്രസുമായി പ്രത്യേക ധാരണയുണ്ടെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇതെന്നും പോൾ ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ക്രമസമാധാന നില തകർക്കാൻ ആസൂത്രിതമായ നീക്കം നടക്കുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അഭിപ്രായപ്പെട്ടു. ഭരണത്തിന്റെ ഒത്താശയിലാണ് ചെയ്യുന്നത്. പോലീസ് നോക്കി നിൽക്കുകയാണ്. UDF ഗവൺമെന്റ് RSSന്റെ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ അവർക്ക് കരുത്ത് കിട്ടുന്നത്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ RSSനെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഒരു ഭാഗത്ത് വരുന്നു. അപ്പോൾ RSSനെ കൂടുതൽ പ്രീണിപ്പിക്കുന്നു എന്ന നിലപാട് കാണിക്കാൻ വേണ്ടി ചില സംഭവങ്ങൾ തന്നെ ഉയർന്നു വരുന്നുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തെ സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ വേണ്ടി ഇത്തരം അക്രമങ്ങൾ നടത്തുന്ന ആളുകളുടെ മേൽ കർശന നടപടി സ്വീകരിക്കും. ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഉണ്ടാകില്ല. രാജസ്ഥാനിലെ 108 ആംബുലൻസ് അഴിമതി കേസിൽ മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ മകനായ രവി കൃഷ്ണ, ഉമ്മൻചാണ്ടിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന ഷാഫി മേത്തർ എന്നിവർക്കെതിരെ CBI കേസെടുത്തു. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് എന്നിവർക്കെതിരെയും CBI കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 108 ആംബുലൻസ് രാജസ്ഥാനിൽ സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും മക്കൾക്കുമെതിരെ തെളിവ് സഹിതം CBI FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതിക്ക് കീഴിലാണ് ആംബുലൻസ് സർവീസ് നടത്തുന്നത്. ഇത് രാജസ്ഥാനിൽ നടത്താൻ പദ്ധതി ഏറ്റെടുത്ത ചികിത്സ ഹെൽത്ത് കെയർ ലിമിറ്റഡിലെ ഡയറക്ടർമാരായിരുന്നു വയലാർ രവിയുടെ മകൻ രവികൃഷ്ണ, P ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം, രാജസ്ഥാൻ കോൺഗ്രസ് അധ്യക്ഷൻ സച്ചിൻ പൈലറ്റ്. ഇവരോടൊപ്പം ക്രമക്കേടിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ചികിത്സാ കമ്പനിയുടെ മുൻ ഡയറക്ടറും കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായിരുന്ന ഷാഫി മേത്തർക്കുമെതിരെ കേസെടുത്തു. കേരളത്തിൽ 108 ആംബുലൻസ് സർവീസിന് പിന്നിലും ഷാഫി മേത്തറായിരുന്നു. ആംബുലൻസ് സർവീസ് നേടിയത് ക്രമവിരുദ്ധമാണെന്നും ആംബുലൻസുകൾ ഓടിയതിനേക്കാൾ കൂടുതൽ പണം എഴുതി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നുമാണ് FIR. പ്രതിപട്ടികയിലുള്ളവർക്കെതിരെ പൊതുസമ്പത്ത് ദുരുപയോഗം, ഗൂഢാലോചന, അഴിമതി തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചും കേസെടുത്തു. നേരത്തെ ചികിത്സ ഹെൽത്ത് കെയർ കമ്പനിയുടെ മുംബൈയിലെയും ജയ്പൂരിലെയും ഓഫീസുകളിൽ CBI റെയ്ഡ് നടത്തിയിരുന്നു. 2.56 കോടി രൂപയുടെ ക്രമക്കേടും കണ്ടെത്തി. രാജസ്ഥാൻ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് CBI ഏറ്റെടുത്തത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇപ്പോൾ ദില്ലിയിൽ ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി പ്രണബ് മുഖർജി വിതരണം ചെയ്യുകയാണ്. അതിന്റെ തത്സമയ സംരക്ഷണം. सुश्री दीपा कर्माकर, जिम्नास्टिक में राष्ट्रमंडल खेलों में पदक हासिल करने वाली पहली भारतीय महिला दीपा कर्माकर ने ग्लासगो में राष्ट्रमंडल खेल 2014 में कांस्य पदक, स्कॉटलैंड में 2014 में राष्ट्रमंडल आर्टिस्टिक जिम्नास्टिक चैंपियनशिप में 1 स्वर्ण पदक और 1 रजत पदक जीता।
इनकी उत्कृष्ट उपलब्धियों को मान्यता देते हुए वर्ष 2015 के लिए अर्जुन पुरस्कार दिया जाता है। सुश्री दीपा कर्माकर। श्री श्रीजेश PR। പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗത്തിനെതിരെ നടപടി തുടങ്ങിയതോടെ തനിക്കെതിരെയുള്ള ഭീഷണി വർദ്ധിച്ചതായി ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ TV അനുപമ. പച്ചക്കറികളിൽ കീടനാശിനികൾ എത്രത്തോളം ആകാം എന്നത് സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ഇല്ലാത്തത് പരിശോധനകൾക്ക് തിരിച്ചടിയാണെന്നും കമ്മീഷണർ വ്യക്തമാക്കി. പച്ചക്കറികളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികളിൽ പലതും എത്രത്തോളം ആകാം എന്നത് സംബന്ധിച്ച് മാനദണ്ഡങ്ങളില്ല. ഇത്തരം കീടനാശിനികളാണ് ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുക്കാനുമാകില്ല. ഇത്തരം കീടനാശിനികൾ പച്ചക്കറികളിൽ എത്രത്തോളം ആകാമെന്നത് സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ എന്നും അവർ പറഞ്ഞു. ലിമിറ്റ്സ് ഫിക്സ് ചെയ്യാത്ത ചില പെസ്റ്റിസൈഡ്സും മറ്റും നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആക്ടിന്റെ കീഴിൽ ലിമിറ്റ് ഫിക്സ് ചെയ്യാത്ത ഒരു പെസ്റ്റിസൈഡിന്റെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിന്റെ കീഴിൽ നമുക്ക് സ്റ്റെപ്സ് എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരം പെസ്റ്റിസൈഡ്സ് എല്ലാം അവർ ഉപയോഗിച്ച് കാണുന്നത്. അന്യസംസ്ഥാനത്ത് നിന്ന് വിഷപ്പച്ചക്കറികളും ഭക്ഷ്യവസ്തുക്കളും കൊണ്ടുവരുന്നതിനെതിരെ നടപടിയെടുത്തു തുടങ്ങിയതോടെ തനിക്കെതിരെയുള്ള ഭീഷണി വർദ്ധിച്ചതായി കമ്മീഷണർ പറഞ്ഞു. ഇത്തരത്തിൽ 15 ഭീഷണി കത്തുകൾ ഓഫീസിലും വീട്ടിലുമായി ലഭിച്ചു. മുംബൈ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നാണ് കത്തുകൾ വന്നതെന്നും അനുപമ വ്യക്തമാക്കി. കീടനാശിനി കമ്പനികളുടെ കൂട്ടായ്മയായ ക്രോപ്പ് കെയർ ഫൗണ്ടേഷനാണ് തനിക്കെതിരെ ഭീഷണിയുമായി ആദ്യമായി രംഗത്തെത്തിയതെന്നും അവർ പറഞ്ഞു. 3 മാസമായിട്ട് നിരവധി വക്കീൽ നോട്ടീസുകൾ, അതുകൂടാതെ പിന്നെ കുറച്ച് ഫാമേഴ്സ്, പല അഗ്രികൾച്ചർ ഏജൻസീസിന്റെയും ലെറ്റേഴ്സ്, കുറച്ച് ത്രെറ്റനിങ് ടോണിലുള്ള കുറച്ച് ലെറ്റേഴ്സും ഒക്കെ നമ്മുടെ ഓഫീസിൽ വന്നിരുന്നു. വിഷപ്പച്ചക്കറികൾ കൊണ്ടുവരുന്നതിനെതിരെ നടപടിയെടുത്തപ്പോൾ വിഷാംശത്തിന്റെ അളവിൽ കുറവ് വന്നു തുടങ്ങിയതായും അനുപമ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.